ഓണം അടുത്തതോടെ പൂക്കൾക്കും ആവശ്യക്കാർ ഏറെയാണ്. മലപ്പുറം ഒതുക്കുങ്ങല്ലേ ഒരു മനോഹരമായ പൂപ്പാടത്തിന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പഠനത്തിനിടെ പണം കണ്ടെത്താൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥിയായ വൈശാഖ് പൂക്കൃഷി തുടങ്ങിയത്. ചെണ്ടുമല്ലി കൃഷിയിൽ ഇപ്പോൾ 100 മേനി വിളവ് നേടിയതിന്റെ സന്തോഷത്തിലാണ് വൈശാഖ്. മുബഷിർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മനോഹരമായ ഒരു പൂപ്പാടത്തിന് മധ്യഭാഗത്താണ്. ഓണക്കാലമൊക്കെ ഇങ്ങ് അടുത്തതോടുകൂടി പൂക്കൾക്കൊക്കെ ആവശ്യമേറി വരികയാണ്. വലിയ വിലയാണ് പുറത്തുനിന്നൊക്കെ എത്തിക്കുന്ന പൂക്കൾക്ക് നൽകുന്നത്. വലിയ പ്രയാസം നേരിടുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതേസമയം മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ ഭാഗത്താണ് ഒരു യുവ കർഷകൻ വീടിനോട് ചേർന്ന ഭാഗത്ത് ഇത്തരത്തിൽ പൂക്കൾ കൃഷി ചെയ്ത് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. 22 വയസ്സുള്ള എനിക്കൊപ്പമുള്ള വൈശാഖാണ് ഈ ഒരു കൃഷിക്ക് പിന്നിലുള്ളത്. ഏറെ നേരം ഈ കൃഷിക്ക് വേണ്ടി സമയം ചെലവഴിച്ചാണ് ഈ വിധത്തിൽ മനോഹരമായ പൂക്കളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയത്. അത് വലിയ കൃഷിയാക്കി മാറ്റിയിരിക്കുന്നത്. കുടുംബത്തിന്റെ വലിയ പിന്തുണയും വൈശാഖിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. എന്ന് മുതൽ അത് ആരംഭിച്ചത്? ഏകദേശം നമ്മൾ 3 മാസം എടുത്തിട്ടാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് നമ്മൾ ഇത് എത്തിച്ചിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ കുറച്ച് വിത്ത് മേടിച്ച് മുളപ്പിച്ചു. അങ്ങനെ 1 മാസം വിത്ത് ഗ്രോത്തിന് വേണ്ടി നിർത്തി. 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അതായത് 2 മാസത്തെ വളർച്ചയാണ് ഇത് കാണുന്നത്. ആകെ 3 മാസത്തെ നമ്മുടെ കഷ്ടപ്പാടാണ് ഈ റിസൾട്ടായിട്ട് നമുക്ക് മുന്നിലിപ്പോൾ കാണുന്നത്. ചെണ്ടുമല്ലി പൂക്കൾ മാത്രമാണുള്ളത്? അതെ. ഇപ്രാവശ്യം നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ട് തന്നെ ചെണ്ടുമല്ലി 2 കളർ മാത്രമാണ് പരീക്ഷിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിൽ കൂടുതൽ കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് വിപുലീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വിത്തൊക്കെ ശേഖരിക്കും? വിത്ത് നമ്മൾ കൊണ്ടുവന്നത് കുറച്ച് മലപ്പുറത്ത് ഒരു ഷോപ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ കുറച്ച് തൈകൾ നമ്മൾ തിരൂര് ഒരു കാക്കാൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. കൃഷിയോട് ചെറുപ്പം മുതലേ മോന് താല്പര്യമുണ്ടോ? കൃഷി നമുക്ക് പണ്ടേ താല്പര്യമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ നമ്മളെ ചെറുതായിട്ടെങ്കിലാണെങ്കിലും വീട്ടിൽ അടുക്കളത്തോട്ടം എന്ന രൂപത്തിൽ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. പിന്നെ പൂക്കൃഷിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പൂക്കൃഷി പരീക്ഷിച്ചിട്ടുള്ളത്. എന്താണ് ഇനി അടുത്ത പ്ലാൻ? അടുത്ത പ്ലാന് കൃഷിയിലേക്ക് തന്നെ തുടരുന്നതാണ് വിചാരിക്കുന്നത്. നമ്മളെ കൃഷിഭവൻ്റെ കീഴിൽ, ഒതുക്കൽ പഞ്ചായത്തിൽ കൃഷിഭവൻ്റെ കീഴിൽ നമുക്ക് കുറേ ആനുകൂല്യമൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വിപുലീകരിച്ച് ഒന്ന് ഉഷാറാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റു തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിരുന്നോ? കാലാവസ്ഥ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം അങ്ങനെ എന്തെങ്കിലും? കാലാവസ്ഥ സത്യം പറഞ്ഞാൽ തികച്ചും ഒരു വെല്ലുവിളി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിത്ത് മുളപ്പിക്കാനിട്ട സമയത്തും അതുപോലെ തന്നെ നട്ടതിന് ശേഷമൊക്കെ തുടർച്ചയായിട്ട് നമ്മളെ വയനാട് ഉരുൾപൊട്ടൽ സംഭവത്തിൻ്റെ സമയത്താണ് നമ്മൾ ഏകദേശം നട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 10-15 ദിവസം നമുക്ക് മഴ ശക്തിയായിട്ട് പെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത വളങ്ങളെല്ലാം ഡ്രോപ്പ് ഔട്ടായി പോയിട്ട് ഗ്രോത്ത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പിന്നെയും കൂടുതൽ എക്സ്ട്രാ ആയിട്ട് വളങ്ങളും കാര്യങ്ങളും കൊടുത്ത് കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മഴയായിട്ട് ചെടി വീണൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ ഒരു വെല്ലുവിളിയെന്നോ എങ്കിലും നമ്മൾ ഇത്തരത്തിൽ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈശാഖിൻ്റെ കൂടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു ഈ കൃഷിക്ക് എല്ലാ തരത്തിലുള്ള സഹായവും നൽകാൻ. വൈശാഖിൻ്റെ ചേച്ചിയാണ്. സംബന്ധിച്ചിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വീടിൻ്റെ ചുറ്റൊക്കെ ചെറിയ രീതിയിൽ പൂന്തോട്ടം ഒരുക്കും. അതൊരു അനുഭവമായിട്ട് മുന്നിലുണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും കർഷകർ ഓരോരുത്തരായിട്ട് കാണുമ്പോൾ തന്നെ നല്ല കാഴ്ചയല്ലേ, ഫോട്ടോയും ഒക്കെ. അപ്പോൾ ഓരോരുത്തരായിരുന്നു വരുന്നുണ്ട്, കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഞങ്ങളും തന്നെ ഈ ഇത്രമാത്രം പൂ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സംരംഭം രീതിയിലാണ് തുടങ്ങിയെന്നുള്ളൂ. പക്ഷേ അത് പൂർണ്ണമായിട്ടുള്ളൊരു വിജയമാണ് ഞങ്ങൾക്ക് മുന്നിൽ. ഇത് വിരിഞ്ഞ് നിൽക്കുന്ന പൂ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. ഒഴിവു സമയം വീടിനടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു തരിശു മേഖലയിലാണ് ആദ്യഘട്ടത്തിൽ പൂന്തോട്ടം ആരംഭിക്കുന്നത്. പിന്നീട് വലിയ പൂപ്പാടമായി മാറി. ഇപ്പോൾ ഓണം ഇങ്ങടുത്തതോടെ വലിയ വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാന മാർഗമായത് മാറി എന്നുള്ളതാണ്. അഭിനന്ദനാർഹമാണ്. ഇനിയും അദ്ദേഹത്തിന് കൂടുതൽ കച്ചവടം ലഭിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂപ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.